അതിനല്ലേ അപ്പൊ വഴി വീണ്ടും തെറ്റിയതാണ് നോക്കിയ ഈ സൈഡിൽ വലിയ മല. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ എങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടോ? ഹായ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ബ്യൂട്ടിഫുൾ സ്ഥലത്ത് കുറേ ആൾക്കാർക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇല്ലൻഡിലേക്കാണ് പോകുന്നത്. ഖത്തറിൻ്റെ അടിപൊളി സ്ഥലമാണ്. അവിടെയാണ് ഇന്ന് പോയിട്ട് ടെൻ്റ് അടിക്കാൻ അവിടെ താമസിച്ചിട്ട് ഒരു ദിവസം താമസിച്ച് വരാൻ എൻ്റെ പ്ലാൻ ഉള്ളത്. ഞാൻ മാത്രമല്ല, ഒരു 2-3 ആൾക്കാർ വേറെയുണ്ട്. സാധനങ്ങളെല്ലാം ഫില്ലാക്കലാണ്. സമയം ഏകദേശം വൈകുന്നേരമായി. വൈകുന്നേരം സന്ധ്യ ആകുന്നതിന് മുമ്പ്, ഇരുട് വീഴുന്നതിന് മുമ്പ് ഇല്ലാൻഡിലേക്ക് എത്തണം. എന്നാലേ അവിടേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാൻ പറ്റും. നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് ഏകദേശം കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്കി മെയിനായിട്ടുള്ള ഫുഡും സാധനങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ആസിഫും ഓൻ്റെ ഒപ്പം വരുന്ന നമ്മളെ ഷബീലും ഓൻ്റെ അടുത്താണ് ഉള്ളത്. അവരാണ് ഫുഡിൻ്റെ മെയിൻ ആൾക്കാർ. ഫുഡെല്ലാം കാര്യങ്ങളെല്ലാം അവരുടെ അടുത്താണ്. കത്തിക്കുന്ന സാധനം അത് ഇതല്ല. അന്നേരം ആടുന്ന ബാക്കി കാഴ്ചകളാണ്. ഇവിടെയാണ് അവരുടെ റൂം. ഇതൊന്ന് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ഇവിടെ പുറത്ത് വെച്ചിട്ട് ഇടുന്ന പരിപാടി. എടാ ഡേയ്, ഇതെല്ലാം കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്, ഇവരെ കാണില്ല. ഹലോ, നിങ്ങളെ ഉറക്കാം? എന്താണ് ഇത്ര സമയമായി? 3 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 മണി കഴിഞ്ഞു. എന്താന്ന്? വലൈക്കും സലാം. എന്താണ് 3 മണിക്ക് പോകണം എന്നിട്ട് 4 മണി കഴിഞ്ഞടാ? നിന്നെ മുട്ടയല്ല ഇത് പകുതി മുട്ടയുള്ളൂ. എനിക്ക് കുറേ മുട്ട വേണം. കുറേ മുട്ട വേണം. വേണ്ട, ഇത് മതി. ഇതെല്ലാം വണ്ടി കൊണ്ടേക്കണ്ട. ആസിഫ് കൊടുത്തു, ആസിഫ് കൊടുത്തു. എന്താണ് എത്ര ടൈമായി? വണ്ടി കൊണ്ടേക്കട്ടെ. ഇതല്ല വേവക്ക് എത്ര ടൈമായെന്നറിയാ? എല്ലാവരും കുളിച്ചു. ഞാനും കുളിച്ചിന്, നിങ്ങൾ മാത്രമല്ല. ഈ സാധനം എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കുത്തരാത്തി വല്ല ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട്. അല്ല ഇതെല്ലാം കമ്പിയെല്ലാം അളകിട്ട് അതിൻ്റെ മുന്തിക്കേറ്റേ ഫുള്ള് സാധനമല്ല. അല്ല ഇതാരാ? അല്ല ഇതാരാന്ന്? അതല്ല വിശേഷം. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാം. നമ്മളെ നാട്ടുകാരനാ അതട്ടാ. മയ്യിൽ അല്ലേ? എന്താ പേര് പറഞ്ഞ? മൊയ്തീൻ. നാട്ടുകാർക്ക് കണ്ട വട്ടം തരും. എവിടെ പോയി? ഡെലിവറി പോയതാ? പോന്നതാ? എന്തെല്ലാം വിശേഷം? എവിടെയാ നമ്മൾ പോന്ന? ഇല്ലാണ്ട് ഇന്ന് പോയിട്ട് നാളെ കുറേ ദിവസമായി പ്ലാൻ ആക്കണം. ഇൻഷാല്ലാ കാണാം. ഒരു ദിവസം വരുന്നുണ്ട്. ഓക്കെ. ആ വാട്ടർ എടുക്കാം. ഇതിലില്ലേ കുറച്ച് സവനപ്പൂ ഐസെല്ലാം മേടിക്കണം. ഇതുണ്ടല്ലോ, അതിലുണ്ടാ ഐസ് ഉണ്ടാ? ഐസ് പോകൂല. ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് പറയാം. ഇതിൽ പോകൂല, അതിൽ പോകണ്ട. അതിനാണ്, അത് കാലിയാണ്. ഒരു ഡി ഒരു പെപ്സിയാ, അത് മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ടൈം നല്ലോണം ലേറ്റായി. വേഗം നോക്ക്, വേഗം കയറി. ഒന്നും പറത്ത് കാര്യമില്ല. എടുത്തേക്ക് പോണ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഫ്രഷ് വാട്ടർ ഉണ്ടാ? അതെല്ലാം നേരത്തെ എടുത്തു വെക്കണ്ടടാ. ചായ കുടിച്ചിട്ടില്ല. വാ വാ ആടുന്നെടുക്കാം. ആടെ ഫ്രഷ് വാട്ടറിന് വെച്ചിട്ട് ചായ മേടിക്കാൻ പോവാ. എന്നാ നീ ആടുന്നോ, ഞാൻ ചായ മേടിച്ചിട്ട് തരാം. ഫാമിലിക്ക് ഇറങ്ങാ ഇന്ന് രാത്രി വെള്ളം വാങ്ങാം. അപ്പം നമ്മൾ പോവുകയെന്ന്. സമയം ഏകദേശം നല്ല ലൈറ്റായി കേട്ടാ. നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയില്ല. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഷബീൽ, മലപ്പുറം അല്ലേ? ഷബീലെ മഞ്ചേരി. പിന്നെ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം കൂട്ടുകാരൻ, നാട്ടുകാരൻ, അയൽവാസി, ബന്ധു എല്ലാം കൊണ്ടു നമ്മൾ ആസിഫ്. അവരെ ആസിഫും ഞാനും ഷബീലും കൂടി ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഷബീൽ എടുത്തേക്ക് നമ്മൾ പോകുന്നത് പറഞ്ഞത്.
ഉള്ളത് വെച്ച് വ്യത്യസ്തമായ രണ്ട് സ്ഥലം. അതിലൊന്നാണ് ഖത്തറിലുള്ള ഇല്ലാൻഡ്. ഒന്ന് നമീബിയ. ഒന്ന് നമീബിയ ഉള്ളത്. ഖത്തറിലൊന്നുമില്ല എന്നുള്ള ആൾക്കാർ പറയും, പക്ഷേ ഈ ഒരു സ്ഥലം കാണേണ്ടത്. ഓക്കെ, അന്നേരം നമ്മൾ അടുത്തേക്ക് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം അടുത്തേക്ക് പോയിട്ടുണ്ട് ഇതേ തണുപ്പിന്. ഞാനും ആസിഫും ഷെബീലിൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. യൂട്യൂബിൽ റീച്ച് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അതൊന്നല്ല, അന്നേരം യൂട്യൂബിൽ എന്താണെന്നോ യൂട്യൂബിൽ ഇടാൻ. അന്ന് യൂട്യൂബിൽ ഇടാത്ത കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇട്ടിട്ടില്ല. അന്ന് നല്ല അടിപൊളിയായിരുന്നു. ഷെബീലിന്റെ മാസ്മരികമായ ഫുഡെല്ലാം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിന്റെ ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ. അന്നേരം ബാക്കിയുള്ളതെന്ന് പറഞ്ഞ കാഴ്ചകൾ പറഞ്ഞു കിടന്ന് ഇതാക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. രാത്രി ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. രാത്രി ആയതുകൊണ്ട് ഇനി എത്ര വ്യൂ കാര്യങ്ങൾ കിട്ടുന്നറിയില്ല. എന്തായാലും നല്ല നിലാവെളിച്ചാലും ഉണ്ടാവും. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഇല്ലാണ്ടില്ല കാഴ്ചകളും കാണാം. ഓക്കെ, അപ്പൊ സമയം രാത്രിയായി ഏകദേശം. സീലം ബീച്ചിലേക്ക് 42 കിലോമീറ്ററും കൂടിയുണ്ട്. ആടുന്ന് ഇനി ഡെസേർട്ടിലേക്ക് ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാ? 40 കിലോമീറ്റർ ഉള്ളിലേക്ക് ആടുന്നു. 35-40 കിലോമീറ്റർ ഉണ്ടാവും സീലേന്റെ ഉള്ളിന്ന്. ഓ, ഇന്ന് മിക്കവാറും പരിക്കുന്ന ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടാക്കേണ്ടി വരും. ഏതായാലും പോയെന്ന്. ഏതായാലും സീലയിലെത്തിട്ട് ബാക്കി അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പമ്പിലെത്തി നോക്കാം. കുറേ വണ്ടികൾ കണ്ട എല്ലാം ഡെസേർട്ടിൽ കറക്കാൻ വേണ്ടി വന്ന വണ്ടികളാണ് കേട്ടോ. പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെയുണ്ട്. അവിടെ ഇതാ ചെറിയ വണ്ടികൾ. ഇവിടെ ഒരു വണ്ടി ഇതാ. അല്ല, ഇത് വണ്ടിയല്ല. നമ്മളും കുറച്ച് പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ ഉണ്ട് ഓൾറെഡി. അത് കുറച്ചും കൂടി ഫുള്ളാക്കണം. കാരണം രാത്രിയാണ് പോകുന്നത്. ഏത് ബൈക്ക് ഏടി എത്തുന്നതൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വേണ്ട ആടെ അതാ വണ്ടി കൊണ്ടുവന്നിട്ട് സെറ്റ് എല്ലാവരും ഓക്കെയാ. അപ്പോൾ നമ്മൾ സീ ലൈനിലെത്തി. സീ ലൈനിലെ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇട്ടത് അവിടെയാണ് സീ ലൈൻ ബീച്ച്. ഇവിടുന്ന് മുതൽ സീ ലൈൻ്റെ ഏകദേശം അതിൻ്റെ ഇതെല്ലാം കണ്ട മണ്ണ് കൂട്ടി കിടക്കുന്നത് അവിടെ സീ ലൈൻ ബീച്ചാണ്. പിന്നെ ഇങ്ങോട്ടാണ് നമുക്ക് ഡെസേർട്ടിലേക്ക് പോകേണ്ടത്. കുറേ ആൾക്ക് അറിയില്ല കേട്ടോ. കുറേ ആൾ ലൊക്കേഷൻ കാണിക്കുക, ഇതിലൂട്ടിയാണ് കാണിക്കുക. പക്ഷേ ഇതിലൂട്ടിയാണ് ഡെസേർട്ടിലേക്ക് പോകേണ്ടത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ പോകുന്നത്. അന്നേരം നമ്മൾ അങ്ങോട്ട് പോയെന്ന്. എന്തായാലും സീ ലൈനിൽ നാളെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, വിടട്ടെ. ഇത് കാറ്റടിക്കുന്ന സ്ഥലമാടാ എൻ്റെ. ഇത് നമ്മളെ ഡെസേർട്ടിൽ പോകുമ്പോഴേ ഇവിടുന്ന് നമ്മൾ കാറ്റ് കുറച്ച് കുറക്കണം. കാറ്റ് കുറച്ചിട്ട് വേണം നമുക്ക് ഇൻലാൻഡിൽ പോകാനേ. അത് കാറ്റ് കുറക്കും ചെയ്യും, ഇവിടുന്ന് കൂട്ടും ചെയ്യും. തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് കൂട്ടും. ഇനി അങ്ങോട്ട് മണലാണ്. അപ്പം നമ്മൾ വൈമാറി വേറെ വഴിക്ക് കയറിപ്പോയി കേട്ടാ. ഒരു വണ്ടി താണു പോയി. ഒരു അറബി വന്നിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി. നോക്കാം, ആരെങ്കിലും ഒരാളായിട്ട് കിട്ടും. ഇങ്ങനെ അത് പോലെ എടുക്കും. എല്ലാം കട്ടിട്ട് അങ്ങ് വലിക്കാനേ. അപ്പൊ നമ്മളോ? അതൊക്കെ വീണ്ടും വണ്ടി വെട്ട്. അതിലൂട്ടി ഇറങ്ങി വന്നതാണ്. വഴി തെറ്റി ഇങ്ങ് മുകളിൽ കയറി. ഇവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി വണ്ടി ഇവിടെ തൽക്കാലം ഒന്ന് ഓഫാക്കി വെച്ച്, കാരണം ഹീറ്റായിട്ടുണ്ട് കുറച്ച്. നേരെ വിട്ടേ
അപ്പൊ നമ്മളിങ്ങോട്ട് റൂട്ട് മാറിയിട്ട് പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോകാൻ നോക്കിയാണ്. ഇവിടെ ഒരു കുന്നുണ്ട്, ആ കുന്ന് കടന്ന് കിട്ടലാണ് നമ്മളെ ഫസ്റ്റത്തെ ടാസ്ക്. ഇവിടെ ബിസ്മില്ലാ. പൊട്ടി അടി നോക്കിട്ടോ, അടിക്ക് നോക്കി. ഇതെല്ലാം നമുക്ക് കയറി വന്നതാ. ഇനിയും കുന്നുണ്ടാക്കിയാ ഇല്ലല്ലോ. അല്ല ആ കുന്നും കറങ്ങിയതാ അവിടെ. നേരെ വിടണം, ഈ കുന്ന് കയറണം. തെറ്റിയുണ്ടോ? തെറ്റാണല്ലോ, നമ്മള് മറ്റേ നേരെ പോയിട്ട് റൈറ്റാണ്. ഈ കുന്ന് നമ്മൾ ഇറങ്ങിനാ. കുന്നിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മള് 4 സൈഡ് കുഴിയിലുള്ള സ്ഥലത്തി. എടാ ഇത് 4 സൈഡ് കുഴിയുണ്ട്. എന്തേ അത് കുറ്റിച്ചെടി അങ്ങാട്ടാ ഈ ചെടി. ഈട ഉറങ്ങുന്ന അല്ലല്ല, ഇത് ചെറിയ കുഴി കുന്നായിരിക്കൂ. ഇത് കേറി നടന്ന് നോക്കാം ഫസ്റ്റ്. അതാണ് ഞാൻ ടോർച്ച് എടുക്കട്ടെ. ടോർച്ച് ഒരു ചെറിയ കുന്ന് കയറി ഇറങ്ങി കേറുമ്പാണ് ഇതായത്. കൂടുതൽ ചെയ്തില്ല. ഇപ്പൊ സത്യത്തില് ഇത് ഇപ്പൊ എന്താ പരിപാടി എന്ന് അറിയാം നല്ലത്. ഇത് കടന്നിട്ട് നടന്ന് നോക്കുക എന്ന അവസ്ഥ, എന്നിട്ട് നമുക്ക് പ്ലാൻ ആക്കാം. അപ്പൊ വഴി വീണ്ടും തെറ്റിതാ നോക്കിയ. ഈ സൈഡിൽ വലിയ മല, ആ സൈഡിൽ വലിയ മല, എല്ലാ സൈഡിലും മല. നമ്മളെ വണ്ടി നടുക്ക്. ഇനി അങ്ങോട്ട് കയറണം നമുക്ക്. എന്താ ചെയ്യ? ആ നീ റൂട്ട് മാറ്റി പോയത് അതാണ്. ഇറങ്ങി നോക്കാം. വന്ന സ്ഥലം അതാ തിരിയാത്ത, നമുക്ക് അടുക്ക് തിരിയാത്ത അതാണ്. അല്ലാന്റെ പൊന്ന് വണ്ടി കത്തുന്നല്ല മറിഞ്ഞ് കത്തൊന്നും ചെല്ലും. നല്ല സ്ലീപ്പായിട്ട് ഇറങ്ങും. നമ്മക്കിത് ആടെ എത്തേണ്ടത്. ഇതാ ഈ റൂട്ട് അങ്ങോട്ടാണ്. ആ ഈ റൂട്ടാ പോകേണ്ടത്. നീ മല്ല റിവേഴ്സ് എടുക്ക്, മല്ല റിവേഴ്സ് എടുത്തേ. എൻ്റെ അമ്പോ ഒരു മിനിറ്റ്, മല്ല റിവേഴ്സ് എടുക്ക്. ആടാ അതാണ് സ്ഥലം. മല്ലനെ വന്നോ? കയറി 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 ഇതാക്കല്ല. ഇവിടുന്ന് ഇതിലൂടെ പോകാൻ ഉദ്ദേശം. ഈ വഴി എങ്ങോട്ടാ ഇറങ്ങണ്ട നീ വിചാരിക്കുന്നത്? ഏത്? ആടെ വേലിയുണ്ട്, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇവിടുന്ന് അങ്ങോട്ടൊന്നും ജസ്റ്റ് നോക്കട്ടെ എന്നിട്ട് പോവാ. ഞാനില്ല, ജസ്റ്റ് അതൊന്ന് നോക്കട്ടെ. ആ മലിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കുയിലെത്തിയാൽ മതി. ഒരു മിനിറ്റ്. ഓക്കെ അല്ല, ഒന്ന് ഓഫായിക്കോ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ആകെ പെട്ടിട്ടുള്ള കേട്ടാ, വന്ന വഴി തിരിയുന്നില്ല. ഹലോ, എവിടെയും പറ്റൂല. എടാ വരല അടുക്ക്. ഒരു മിനിറ്റ്, ഒന്നിങ്ങ് വന്നേ. ഓഫാക്കിട്ട് വാ. വണ്ടി ഈടുന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ കഴിയാ. ഇതിലൂട്ട് വന്നിട്ട് ഈടുന്ന് ഇങ്ങനെ
ഇതിലൂട്ടി അതിലൂട്ടി പറ്റില്ല. അല്ല അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ചോദിച്ചു, നമ്മള് ഇവിടത്തേക്ക് എങ്ങനെ എത്തിയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ എങ്ങനെ അത് കണ്ടുപിടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഈ ഒരു ചെറിയ ഏരിയയിലുള്ളൂ. ഇത് നമ്മളൊരു ഉള്ളിലായിട്ടാണ് ഉള്ളത്. ഞാൻ പറയുന്ന അങ്ങേ ഭാഗത്തുനിന്ന് നമ്മൾ വന്നതമ്മോ, അങ്ങേ ഭാഗത്തുനിന്ന് വന്നിനമ്മോ. ഇത് നോക്കിയേ, ഇതെങ്ങനെ പറയാൻ കഴിയില്ല. ആടെ വെയിലും കെട്ടീന, അതിലോട്ട് പോകാനും കഴിയില്ല. നമ്മൾ ആ ടവറിന്റെ അടുത്ത് നിന്നല്ലേ ലാസ്റ്റ് എത്തിയത്, ആടെ നിന്നിട്ട് നോക്കവാ. ഇവിടെയെല്ലാം കുറേ വീടുകളുണ്ട് കേട്ടോ. ഈ വഴിയാ? ഈ വഴിയൊന്നല്ല വന്നത്, ഈരൂട്ടി വന്നേന്നൊന്നും പറയണ്ട. ഈരൂട്ട ഒരു റോഡ് കാണുന്നുണ്ട് കേട്ടാ. എടാ ഈരൂട്ട ഒരു റോഡ് കാണുന്നുണ്ട്, അതിലോട്ട് പോയി നോക്കട്ടെ. ഇതാ ഈ റോഡ് കാണുന്നുണ്ട്. പോട് പോട് പോട്. ഇങ്ങോട്ട് വരല്ല, ഇങ്ങോട്ട് വരല്ല, ഇങ്ങ് കുഴിയാന്ന്. അങ്ങോട്ട് ഓക്കെ. അപ്പോക്ക് ഫൈനലി നമ്മൾ മാഷാ അല്ലാ ഇവിടെ എത്തിപ്പെട്ടു. കാരണം നമ്മളെ ചെറിയൊരു പാളിച്ചകൾ കൊണ്ട് നമ്മൾ അല്ലേ റൂട്ട് ചെറിയ മാറിപ്പോയി. എല്ലാ യാത്രയിലും പ്രയാസങ്ങളും സുഖങ്ങളും ഉണ്ടാവും. ഓർക്കാൻ ഏറ്റവും രസം പ്രയാസങ്ങളാണ്. പക്ഷെങ്കിൽ നമ്മളെ പോലത്തെ ആള് ശരിക്കും പെടാൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ 2-3 പ്രാവശ്യം വന്നതാ. 3 പ്രാവശ്യമല്ലേ നമ്മള് 10 വട്ടം പോയോ. നമ്മള് ഓക്കെ സാറല്ല, നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ വേഗം ഇവനെ കൊണ്ട് ഇത് ചുടിപ്പിക്കലാന്ന് ആദ്യത്തെ പരിപാടി. ആദ്യത്തെ നമ്മളെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എടുക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇത് കരിയാണ്. നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കേണ്ട ബാർബിക്കോ നമ്മൾ കരിക്കേണ്ട സാധനമാണ്. അപ്പം നമ്മൾ ലൈറ്റുകളെല്ലാം ഉണ്ട്, ലൈറ്റുകളെല്ലാം ഒന്ന് ഫിറ്റാക്കട്ടെ. ഉരച്ച് കേൾക്കണം അതൊക്കെ കടലിട്ടിട്ട്. അത് ഉരച്ച് കേൾക്കണം. അത് എന്നാ തുടങ്ങാം. കുത്തണ ദ്വീപ് ഏതാണ് നമ്മൾ ഫസ്റ്റ് കുത്തുന്നത്? ഫസ്റ്റ് ഏതാ കുത്തുന്നത്? ഫസ്റ്റ് മൂർച്ചയുള്ള കുത്താ. എന്നാലില്ലേ മൂർച്ചയില്ലാത്ത പിന്നെ കുത്തുമ്പോൾ സുഖമായിട്ട് കുത്താൻ കഴിയും. വേറെ ബോക്സിലില്ല, ചാർക്ക് ബോക്സ്. അപ്പോൾ നമ്മളിത് മൊത്തം ഇനി ഇവൻ്റെ വെറൈറ്റി എന്തെല്ലാം ഉള്ളത്? ചിക്കൻ്റെ എത്ര ഐറ്റംസ്? 3 ഐറ്റം ചിക്കൻ ഉണ്ട്. കളറുണ്ടോ? പച്ച കളറുള്ള? അതെയാ. അങ്ങനെ ഇവൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളാക്കിയിട്ട് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ആളും അധികം അടിക്കുന്ന ആൾക്കാരല്ലാത്തോണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ബാക്കി ആയിപ്പല്ലേ പോലെ. ഇന്ന് കൊണ്ടുപോകാൻ വിടൂല എന്നുള്ളൂ. അപ്പൊ ഈ കൊള്ളി മൊത്തം നമ്മള് തീക്ക കയറ്റിട്ട് പറയണ്ട. കാണിച്ചാ പൊട്ടിയാ ഷബീലെ തണുപ്പ് വരുന്നുണ്ടല്ലോടാ. അത് കാടച്ചേ, അത് ഉപയോഗിക്കണ്ട. അപ്പൊ കാസിപ്പ് പണിയെടുക്കുന്നുണ്ട് കേട്ടാ. കുറച്ചാണ് എടാ അവിടെ ടാഗ് ഉണ്ടേ. ഇതാ കണ്ണി നോക്കണേ. കണ്ണി ഓ അടിപൊളി തെളിഞ്ഞ വെള്ളം രാസിപ്പേ. അത് ഇതാണ് വെള്ളത്തിൻ്റെ. ഉപ്പുണ്ടാന്ന് നോക്കിയടാ വെള്ളത്തിന്. എടാ ഉപ്പുണ്ടോ വെള്ളത്തിന്? എന്ത് ഐസറിയാ? ഇവിടെ മൊത്തം ചൂണ്ടിട്ട് വെച്ചിട്ട് നോക്കി അങ്ങത്തോളം ഉണ്ട് കേട്ടോ. കണ്ണികൾ ഇട്ട് വെച്ചിട്ട് എൻ്റെ ഇവിടെയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഷെബീൽ പറഞ്ഞത്. ലൈറ്റ് അടിക്കാനാ? ഞാൻ വീഡിയോ എടുക്കുന്നു. ലൈറ്റാ ചേട്ടാ. ചൂടുണ്ടോ വെള്ളത്തിന്? കഴുകിയാ നീ? ഇത് വൃത്തിയായിട്ടില്ലേ? ലൈറ്ററാ? എടാ അവിടെ കണ്ണിണ്ടേ. കണ്ണിക്ക് ഇതാല്ലേ?
അപ്പം നമ്മളെ ഷെബിൽ കത്തിക്കാൻ തുടങ്ങി നമ്മളെ കരി. എടാ ഇവിടെ എത്തി നിൽക്കുമ്പോൾ തണുപ്പെല്ലാം ചെറുങ്ങനെ വരാൻ തുടങ്ങി കേട്ടാ. പക്ഷേ നമ്മളെ പണ്ടത്തെ പോലത്തെ തണുപ്പില്ല. ഇത് നമ്മൾ തീ കത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടാ. ഇത് ഇറ്റിച്ച് കഴിഞ്ഞാൽ ഫയർ വരും അല്ലടാ. തീ കത്താൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ ഇത്? ഇറ്റിച്ചാൽ തീ പിടിക്കും അല്ലേ? സെറ്റാണല്ലോ. ഇത് ജെല്ലാണ് കേട്ടാ. ഉണ്ടാവും അല്ലേ? ഓക്കെ. അച്ഛാ അവക്ക് നമ്മളെ സാധനങ്ങൾ എടുത്തു. നമ്മളെ ചിക്കൻ മൊത്തം അതിലുണ്ട് സെറ്റാക്കി വെച്ചിട്ട്. ഇതെന്താ സാധനം? ഗ്രീൻ ചിക്കൻ. അത് ഞാൻ വിചാരിച്ചു എന്തോ കുടിക്കേണ്ട അച്ചാറാണ്. ഗ്രീൻ ചിക്കൻ ആയത്? ഗ്രീൻ ചിക്കൻ കുപ്പിയിലാക്കിയിട്ട് എടുത്തിന്. ഗ്രീൻ ചിക്കൻ ഇപ്പം വെക്കേണ്ടതാ? ലാസ്റ്റ് വെക്കേണ്ടതാ? അവിടെ വെക്ക്. വേറെ ചിക്കനോ? ഇത് എത്ര ദിവസം നമ്മൾ ഇതിട്ട് വെച്ചതാണ്? 2 ദിവസം. ഓ പൊളിക്കും. കുറച്ച് ഇത് കണക്ക് മാത്രമല്ലേ ഉള്ളൂ? കുറച്ചല്ലേ ഉള്ളൂ? ഇത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പുറത്തെ അയലോക്കാരും വിളിച്ചാൽ മതി. ആശിപ്പ വെറുതെ നിൽക്കാണ്ട് വെറും മിച്ചർ നിന്നുകൊണ്ട് ഇത് കുളത്ത് സാധനം കുളത്ത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറച്ച് നുറുക്ക് വാങ്ങിച്ചു കേട്ടാ. നുറുക്ക് ഇതന്നെ വെക്ക്. ആയ് പൊളിക്കുന്നു. അതിൻ്റെ ലോക്കില്ലേ? രണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ചിക്കൻ വെച്ചിട്ടുണ്ട് മസാല ഇട്ടിട്ട്. അവക്ക് ഷെബീലിൻ്റെ സ്പെഷ്യൽ മസാല എന്താണ് ഷെബീൽ മസാല ചേർത്തിട്ടുള്ളത് ചിക്കനിൽ? മലയാളികൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബാർബിക്യൂ അല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടെൻഡേർഡ് ആയിട്ടുള്ള ഒരു തുർക്കിഷ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇതിന്റെ മസാല എന്താണ്? ഡ്രൈ ലീവ്സ് കുറച്ച് അടങ്ങിയിട്ടുണ്ട്. ഡ്രൈ ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ബേ ലീവ്സ്, തൈമ്, ഒറിഗാനോ, അതൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ കുറച്ച് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതെല്ലാം മിക്സ് ആക്കിയിട്ട് അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ്. വയറിന് ചുരുക്കി പറഞ്ഞ അസുഖം പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ മസാല മുരിങ്ങച്ചപ്പ് ഇതും തുളസി അത് കുഴപ്പമില്ല. ഓർഗാനിക് ആണ്, നാച്ചുറലാണ്. വേറൊന്നും ചെയ്യാനോ അല്ല, ഞാൻ കരിവേപ്പില ചപ്പില്ലാത്തതുകൊണ്ട് മിക്സ് ആക്കിയതാ. മോശമില്ല, കുഴപ്പമില്ല. ഇത്ര പെട്ടെന്നാവോ? ഇല്ല, അത് വെച്ചാലേ ഓവർ ടൈം എടുക്കും അല്ലേ? ഡ്രൈ ആകണം. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചായി വരുന്നുണ്ട്. ഏകദേശം അല്ല, പേരിയായിട്ടില്ല അല്ലേ? ഒന്നും ആയിട്ടില്ല. വിശക്കുന്നടാ. അപ്പം ബട്ടർ തേക്കുന്നുണ്ട് ഇവൻ്റെ മുകളിൽ. ബട്ടർ തേക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ. ഇത് ബട്ടറാണ് കേട്ടോ. ആരും സോപ്പ് എന്ന് വെച്ചാൽ സോപ്പ് എടുത്ത് തേച്ചേക്കറ്. നല്ല ലൂപ്പാർക്കിൻ്റെ ബട്ടറാണ്. ഇനി പേരൊന്നും പറയണ്ട, എന്തല്ലോ പേര് പറയുന്നത്. നല്ല കാനുണ്ടല്ലോ. ചിക്കൻ ഇതാ സെറ്റ്. അപ്പോൾ 3 വിധം ചിക്കൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് പച്ച ചിക്കൻ, ഇത് മലായി കബാബ്, ഇതൊന്ന് രശ്മിയാ, ഇത് രശ്മിയും, ഇത് കമലിയും. അല്ല, എന്തെല്ലോ പേര് പറയുന്നുണ്ട്. നമ്മക്കൊന്നും അറിയാത്തതുകൊണ്ട് ഇവൻ എന്തെല്ലോ പറയുന്നുണ്ട്. നമ്മളെ ആദ്യത്തെ സാധനം ആയി വരുന്നുണ്ട് കേട്ടാ. എടാ, ഇതെന്നാടാ പേര്? ഇതെന്ത് മസാലയാ? സത്യം? രശ്മി. അതെന്താ മസാല? ഈ ഡബ്ബേന്ന് പുറത്ത് വരുവാ. അതെയാ, ഇതിനെന്താ പറയാ പച്ചക്ക്? ഗ്രീൻ ടിക്ക. ഗ്രീൻ ടിക്ക.
ഇതെന്തോ പറഞ്ഞേ മലാലി മണാലി അതന്നെ. എല്ലാം ഇവന്റെ സ്പെഷ്യൽ കൂട്ടാണ് അല്ലേ ഷെബീലിന്റെ സ്പെഷ്യൽ കൂട്ടാത് എല്ലാം. ആയ മുത്തേ കൊറേ സമയമായി കാത്തിക്കുന്നു. കരിഞ്ഞല്ല മതിയില്ല, ബാക്കി വയറ്റുന്ന് കരിഞ്ഞാ പോരെ. ആരാ ഇത് ആയോനെ ഷബീല കടന്നിന് എന്ന്. ഇവിടെ കോർക്കുന്നുണ്ടാ. അപ്പൊ നമ്മളെ പച്ച ചിക്കൻ കോർക്കുന്നുണ്ട്. എന്നാ കോർക്കാൻ തീരുമാനിച്ചിട്ടില്ലേ? കോർത്തോ. അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ നമ്മളെ ചിക്കൻ കബാബ് എടാ ഇന്നെന്താ പറയാ, ചിക്കൻ കബാബല്ലേ ബാർബിക്ക. നമ്മളെ ബാർബിക്ക ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കൂ സസീസേ. ആയിക്കോട്ടെ ഹസീബ പിടിച്ചോട്ടെ, കമ്പി പിടിച്ചേ. അപ്പോൾ നമ്മളെ ഡബയിൽ കൊണ്ടുവന്ന് ചോപ്പ് ചിക്കൻ എടുത്ത് കുത്തുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിലേക്ക് കമ്പി എടുത്ത് കുത്ത് എൻ്റെ അടുക്ക്. ആ കമ്പി എടുത്ത് കുത്തി കൊടുക്കടാ ആശപ്പേ, വെറുതെ നിൽക്കല്ല ആശപ്പേ. അങ്ങനെ കുത്താൻ പറ്റുന്നില്ലേ? വേറൊന്നും പാത്രം ഉണ്ടായിട്ടാ. ഇതിനല്ല സ്പെഷ്യൽ പാത്രം വാങ്ങണം. ചെരിച്ചു പിടിച്ചത്. അപ്പോൾ അവസാനം ചുവപ്പ് ചിക്കൻ. ഇങ്ങനെ 3 കളറേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4 കളർ കാട്ടുണ്ടായിരുന്നല്ലേ, 4-5 കളർ. അതെയാ അസീസ്ക്കാ ശീശ. നിലത്തിടല്ലേ, ഈടെ കൊണ്ടുവന്ന് നിലത്തിട്ടാൽ കഴുകിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ കബാബ് ഇടുന്ന് ഇങ്ങനെ ആകുന്നുണ്ട്. തീയെല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് കനൽ നല്ല നാവിട്ട്. അതിലിടക്ക് നമ്മളെ എന്നാന്ന് ബാർബിക്കല്ലേ, ബാർബിക്ക ചിക്കൻ ആയിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ചു. ആസിഫിന് ഏതാ വേണ്ടേ കൊടുക്ക്. അനക്ക് മറ്റേതാ വേണ്ടോ? അനക്ക് ജസ്റ്റ് അനക്ക് മറ്റേത് ആസിഫേ. കബാബ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അഭിപ്രായം കറക്റ്റായിട്ട് പറയും കേട്ടാ. എന്തുണ്ടെങ്കിലും മയോനസ് എനിക്ക് വേണ്ട, വേണ്ട. ഉണ്ടാക്കിയതാ എങ്ങനെ എന്തെല്ലാം മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയത്? അതെയാ, ഓക്കെ സെറ്റ്. ഇതൊന്നാന്ന് ഉറങ്ങാൻ പറ്റിയ കുബൂസാണല്ല അടച്ചേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇരിക്കലാന്ന്. അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ബാക്കി സാധനം. ഏതായാലും കഴിക്കട്ടെ കേട്ടോ കുറച്ച്. അപ്പം നമ്മളെ ഫസ്റ്റ് റൗണ്ട് ബാർബിക്കോ കഴിഞ്ഞ കേട്ടാ. കൊള്ളാം, അടിപൊളിയായിരുന്നു ബാർബിക്കോ അല്ലേ, അടിപൊളി ബാർബിക്കായിരുന്നു. ആസിപ്പേ കുറച്ച് ഡ്യൂ കഴിച്ചേ, നമുക്ക് ഡ്യൂ ഒക്കെ കുടിക്കട്ടെ. ഇരുന്നിട്ട് കാല് കടച്ചെടുക്കുന്ന ആസിപ്പേ, കാല് ധരിച്ചു പോയി. അപ്പോൾ നമ്മളെ ബാർബിക്കോ വന്നതിന് ശേഷം നമ്മളെ ഇതെന്നാളെ പേര് പറയാ, ചിക്കൻ മലായി അല്ല, ഇതിനാണ് കുത്തുന്നതിന് പറയാ ടിക്ക. അപ്പോൾ ചിക്കൻ ടിക്ക മിക്സായിട്ട് വന്നിട്ടുണ്ട്. വെള്ളയും ചുവപ്പും പച്ചയും എല്ലാം ഉണ്ട്. ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറാണ്. തുടങ്ങാം. ഒരു കുബൂസ് എടുത്തിട്ട് ഹാസിപ്പേ, ഒരു കുബൂസ് പ്ലീസ്. കഷ്ണം പൊരി മതി, എനിക്ക് മതി, എനിക്ക് മതി. അടിക്ക് ഒരു പച്ച, 2 പച്ച 2 വെള്ള വേണ്ടിക്കെടുക്കാം.
2 ചോപ്പ് കഴിച്ചോക്കട്ടെ. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഷബീരെ. നോട്ടെ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടല്ലേ ഷബീരെ? കുറച്ച് കൂടുതലുണ്ട്. അത് കുറച്ച് കാര്യമില്ല. അപ്പോൾ നമ്മൾ അടിക്കട്ടെ. കുബൂസും കൂട്ടി അടിക്കുമ്പോൾ ഉപ്പ് കുറവാ, പ്രശ്നമില്ല. അപ്പോൾ നമ്മളെ 1-ാം റൗണ്ട് അവസാനിച്ചേട്ടാ. നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. തീർന്ന് ഇങ്ങനെ കനലായി വരുന്നുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം വണ്ടിയിലുണ്ട്. 2 വീണ്. എങ്ങനെയുണ്ട്? 1-ാം റൗണ്ട് കഴിഞ്ഞാൽ ഇനി 2-ാം റൗണ്ട് എത്ര മണിക്കൂർ കഴിയണം? 1 അവർ കഴിഞ്ഞിട്ട് തുടങ്ങാം അല്ലേ? അങ്ങ് അടയിലുണ്ട് ഇഷ്ടം പോലെ ടെൻറ്റ്. മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് മലയാളികളെ. അങ്ങ് കുറേ ഇഷ്ടം പോലെ ആൾക്കാർ എത്തിയിട്ടാ. കൂടുതൽ ഇവിടെ എല്ലാം കൂടുതലും മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണ്. സൈഡിൽ കൂടുതൽ ചൂണ്ടിയിട്ടിട്ട് ഇഷ്ടം പോലെയാണ്. അങ്ങത്തോളം വഴിയുണ്ട്. രാവിലെയാണ് ശരിക്കും കാണാൻ പറ്റുക. അങ്ങത്തോളം എൻഡ് ഉണ്ട് കേട്ടാ ഈ കടലിൻ്റെ ഇതിൻ്റെ. അപ്പോൾ അവർ 2-ാം ഘട്ടം അവിടെ ചിക്കനും ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പുറം നേരെ ഫ്രണ്ട് നല്ല ശാന്തമായിട്ട് ബീച്ചുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ ടൈലൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഇറങ്ങാൻ വേണ്ടിയുള്ള സെറ്റാക്കിയിട്ടുണ്ട്. അന്നേരം ഞാൻ കിടക്കാൻ നോക്കാന്ന്. അവർ കുറച്ചും കൂടി ചിക്കനും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല, ഫുള്ളായി. എന്തായാലും ഞാൻ കുറച്ച് കിടക്കട്ട്. സമയം ഏകദേശം 1 മണിയായി. രാവിലെ എണീക്കണം. ഓക്കെ, നാളെ രാവിലത്തെ മോർണിംഗിൽ അടിപൊളി വീഡിയോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.